ഡൽഹിയിലുള്ള കാലത്ത് പിന്നെ അവിടെ എനിക്ക് ആയുർവേദ ഡോക്ടറുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്കെല്ലാം അറിയാം, സുധാ അശോകൻ, ഡോക്ടർ സുധാ അശോകൻ, മാതൃഭൂമിയുടെ പിന്നെ അവിടുത്തെ ബ്യൂറോ ചീഫ് അശോകൻ്റെ പിന്നെ ഭാര്യയാണ്. അവരവിടുത്തെ ആയുർവേദ ഡോക്ടറാണ്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരടുത്ത് പോകും. പിന്നെ ഇപ്പം നാട്ടിൽ വന്നപ്പോൾ പിന്നെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, ഒരു യുവ ആയുർവേദ ഡോക്ടർ. അത് ഡോക്ടർ ദേവി കൃഷ്ണൻ, കോട്ടക്കൽ, ഇവിടെ ഇരിപ്പുണ്ടാവും. ഞങ്ങൾ ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അതിൽ കൂടുതൽ സാഹിത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആയുർവേദത്തിൻ്റെ ആയിട്ടുള്ളൊരു പരിസരം എൻ്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചതിനോട്, നിങ്ങൾക്ക് എന്താ കാര്യം അവിടെ ആയുർവേദ ഡോക്ടർമാരുടെ ഈ സംഗമത്തിലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം കൂടിയാണ്. അതൊരു മെഡിക്കൽ സിസ്റ്റം മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് അവിടെ എഴുത്തുകാർക്ക് എപ്പോഴും ഒരിടമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതാണ്, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ആയുർവേദ ഡോക്ടർമാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക മുന്നേറ്റത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഒരു ആയുർവേദ കേന്ദ്രങ്ങളിൽ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടാകും. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പം അതുകൊണ്ട് ആയുർവേദം കേട്ടപ്പോൾ തന്നെ എന്തൊരു നല്ലൊരു മണം വരുന്നുണ്ട്. കുഴമ്പിൻ്റെയോ തൈലത്തിൻ്റെയോ ഒക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു മണമാണ്, വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു മണം. അതുകൊണ്ട് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കരളിനെ കുറിച്ചാണ് പിന്നെ ഇന്ന് രാവിലത്തെ ചർച്ച എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാമിൽ കണ്ടു. അത് വളരെ നന്നായി. പിന്നെ കരൾ ആണ് നമ്മുടെ കരൾ. നമ്മളെപ്പോഴും പറയുമല്ലേ, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും നീ എൻ്റെ കരളാണെന്നല്ലേ നമ്മൾ പറയാം. ഇഷ്ടപ്പെടുന്നവരെ നീ എൻ്റെ കരളാണ്. അത് അമ്മ മകനോടും മകളോടും പറയും, എൻ്റെ ഭർത്താവ് ഭാര്യയോട് പറയും, അല്ലെങ്കിൽ കാമുകൻ കാമുകയോട് പറയും നീ എൻ്റെ കരളാണെന്ന്. അപ്പോൾ കരൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് രാവിലെ. പിന്നെ അതോടെ ചർച്ച പുരോഗമിക്കട്ടെ.